ആറന്മുള വള്ളസദ്യ നടത്തിപ്പിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ പള്ളിയോട സേവാ സംഘം രംഗത്തെത്തിയിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചയും വള്ളസദ്യ നടത്താനുള്ള ദേവസ്വം ബോർഡ് തീരുമാനത്തിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം ബോർഡിന് കത്ത് നൽകിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് ആചാര ലംഘനം നടത്തി വള്ളസദ്യ വാണിജ്യവൽക്കരിക്കുകയാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും ഉയരുന്നതും. മിഥുൻ മുരളി ചേരുകയാണ് വിവരങ്ങളുമായി. മിഥുൻ, വള്ളസദ്യ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ആചാരപൂർവ്വമായിട്ടുള്ള നടത്തിപ്പിന് അധികാരമുള്ളത് പള്ളിയോടക്കരകളുടെ കൂട്ടായ്മയായ പള്ളിയോട സേവാ സംഘത്തിനാണ്. പള്ളിയോട സേവാ സംഘത്തിനെയാണ് വഴിപാട് നടത്തുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ സമീപിക്കുന്നത്. അഭീഷ്ട സിദ്ധിക്കായി ഭക്തർ ആറന്മുള പാർത്ഥസാരഥിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് ഈ വള്ളസദ്യകൾ. അത് വഴിപാടുകാരന് ഇഷ്ടമുള്ള പള്ളിയോടങ്ങൾക്കാണ് സമർപ്പിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിന്റെ ആചാരപരമായിട്ടുള്ള സവിശേഷത നിലനിൽക്കുന്നത്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പള്ളിയോട സേവാ സംഘം ആരോപണമായി ഉന്നയിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിന് പള്ളിയോട സേവാ സംഘം പരാതി നൽകിയിരിക്കുന്നത്, ഒരു കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഞായറാഴ്ചകളിൽ ദേവസ്വം ബോർഡ് നേരിട്ട് വള്ളസദ്യ നടത്താൻ തീരുമാനിക്കുന്നു. പുതിയ തീരുമാനമാണ്. 250 രൂപ അടച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് ഈ നേരിട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന വള്ളസദ്യയിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകിക്കൊണ്ടുള്ള പുതിയ തീരുമാനം. ഈ തീരുമാനത്തിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഇടപെടല് ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണെന്നും പള്ളിയോട സേവാ സംഘം നടത്തുന്നത് പോലെയല്ല ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നതെന്നും പള്ളിയോട സേവാ സംഘം വാദിക്കുന്നുണ്ട്. ഏതെങ്കിലും പള്ളിയോടങ്ങൾ പങ്കെടുക്കാത്തതിനാൽ ഈ വള്ളസദ്യ നടത്തുമ്പോൾ അത് വഴിപാടായിട്ട് സമർപ്പിക്കുമ്പോൾ പ്രത്യേക പള്ളിയോട കരകൾക്കാണ് വഴിപാടായി സമർപ്പിക്കുന്നത്. ആ പള്ളിയോട കരകളുടെ നേതൃത്വത്തിലാണ് ഭഗവാൻ ഇത് നടത്തുകയും ചെയ്യുന്നത്. അങ്ങനെ പള്ളിയോടങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഏതെങ്കിലും പള്ളിയോടങ്ങളുടെ സാന്നിധ്യമില്ലാതെ ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് നേരിട്ട് പണം വാങ്ങി 250 രൂപ വാങ്ങിക്കൊണ്ടുള്ള ഒരു ഈ വള്ളസദ്യ നടത്തുന്ന രീതി അത് വാണിജ്യ താല്പര്യമാണെന്നും അതിന് ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമായി മാത്രമേ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതുമാണ് പള്ളിയോട സേവാ സംഘം ആരോപിക്കുന്നത്, പരാതി ഉന്നയിക്കുന്നത്. ദേവസ്വം ബോർഡ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കുന്നതിന് പിന്നിൽ തങ്ങളുമായി കൂടിയാലോചന നടത്തിയിട്ടില്ലെന്നും പള്ളിയോട സേവാ സംഘം ഇന്ന് ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അങ്ങനെ ഏകപക്ഷീയമായി ഞായറാഴ്ചകളിൽ നേരിട്ട് പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ 250 രൂപ കൂപ്പൺ വാങ്ങി പണമടയ്ക്കുന്ന ആർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ ഈ പള്ളിയോട സേവാ സംഘത്തെ ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വള്ളസദ്യ നടത്തുന്നത് ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനമാണ്. അത് വാണിജ്യ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ മാറ്റുന്നതിനുള്ള ശ്രമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടത്തുന്നതിന്റെ ഭാഗമാണ്. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പള്ളിയോട സേവാ സംഘം ഇപ്പോൾ എതിർപ്പ് അറിയിച്ചുകൊണ്ട് ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഇതിനെതിരെ കത്ത് നൽകിയിട്ടുണ്ട്. ഇനി നാളെ വരും ദിവസങ്ങളിൽ ചർച്ചകളുണ്ട്. പള്ളിയോട സേവാ സംഘം ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കലഹിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അനുനയ നീക്കം നടത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വരും ദിവസങ്ങളിൽ നാളെ തന്നെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇനി ഏത് രീതിയിലാണ് ഇപ്പോൾ ആചാരാനുഷ്ഠാനങ്ങളുടെ ലംഘനമായി പള്ളിയോട സേവാ സംഘം ചൂണ്ടിക്കാണിക്കുന്ന ഈ ഒരു വിഷയത്തിൽ ഏത് രീതിയിലുള്ള സമീപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും 250 രൂപ നിരക്കിൽ ബുക്ക് ചെയ്യുന്നവർക്ക് 27-ാം തീയതി മുതൽ വള്ളസദ്യ ലഭ്യമാക്കുമെന്നാണ്. ഈ ഞായറാഴ്ചകളിൽ പ്രത്യേകം വള്ളസദ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തി നൽകുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്, പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. ഇത് ഏകപക്ഷീയമായി കൂടിയാലോചനകൾ നടത്താതെയുള്ള തീരുമാനമാണ് എന്ന് പള്ളിയോട സേവാ സംഘം പറയുമ്പോൾ നേരത്തെ തീരുമാനമെടുത്തതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ട് ഇത്തരത്തിൽ നേരിട്ട് വള്ളസദ്യ നടത്തുന്നതിൽ എതിർപ്പില്ല എന്നുള്ള കാര്യങ്ങളാണ് എതിർവാദമായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകുന്നത്. എന്തായാലും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അറിയിക്കുന്നത് ഏത് രീതിയിലുള്ള ചർച്ചകൾക്കും തയ്യാറാണ്, അത് വരും ദിവസങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഈ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം പള്ളിയോട കരകളുടെ സാന്നിധ്യം ഇല്ലാതെ ഏതെങ്കിലും പള്ളിയോടങ്ങളുടെ സാന്നിധ്യം കൂടാതെ ദേവസ്വം ബോർഡ് നേരിട്ട് വള്ളസദ്യ നടത്തുന്നത് അത് ഈ പവിത്രമായിട്ടുള്ള ആറന്മുള പാർത്ഥസാരഥിയുടെ വഴിപാടായി സമർപ്പിക്കുന്ന വള്ളസദ്യയുടെ പവിത്രത നശിപ്പിക്കുന്ന രീതിയിലുള്ള സമീപനമാണ്, ഇടപെടലാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അന്യായമായിട്ടുള്ള ഇടപെടലാണ് എന്നുള്ള വാദം ഇവിടെ പള്ളിയോട സേവാ സംഘം ഉന്നയിക്കുന്നത് അതേപടി തന്നെ നിൽക്കുന്നു. അതിന് ഏതെങ്കിലും രീതിയിൽ മാറ്റമുണ്ടാകുമോ? ഞായറാഴ്ചകളിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന വള്ളസദ്യയുമായി ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വരുന്ന ഘട്ടത്തിൽ നടക്കുന്ന ചർച്ചകളുടെ ശേഷം മാത്രമേ വ്യക്തത വരികയുള്ളൂ. എന്തായാലും അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും എന്നാണ് പറയുന്നത്. നേരിട്ട് വള്ളസദ്യ നടത്താൻ തയ്യാറെടുക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആ സമീപനത്തിൽ മാറ്റം ഉണ്ടാകണം എന്ന് തന്നെയാണ്
ഈ പള്ളിയോട സേവാ സംഘം ആവശ്യപ്പെടുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്.